പെട്ടെന്ന് തീരുമാനിച്ചിട്ട് രാത്രിയിൽ അമ്പലപ്പുഴ പോവാണ്. ഹസ്ബൻഡിൻ്റെ അവിടെ ഉത്സവമാണ്. അപ്പം പെട്ടെന്ന് ഓഫ് കിട്ടിയപ്പോൾ വന്നതാണ്. ഞങ്ങൾ അമ്പലപ്പുഴ എത്തി. അവിടെ കിടന്ന് കട്ടിലിൽ മറിഞ്ഞുകൊണ്ടിരിക്കുക. അവൾക്ക് ആ കട്ടിലൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. വന്ന പാടെ തന്നെ ബിസ്ക്കറ്റ് കൊടുത്ത് കട്ടിലെ മൊത്തം ബിസ്ക്കറ്റാക്കി വെച്ചേക്കുക. അച്ഛൻ നുള്ളി പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ രാവിലെ അമ്പലപ്പുഴ പോയി തൊഴുതു. എന്നിട്ടൊരു ബേബി ഷോപ്പിൽ വന്നു. കുഞ്ഞിന് ഉടുപ്പൊക്കെ എടുത്ത് അവളെ കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇരുത്തി. ഇങ്ങനെ ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂരവും അതുപോലെ അവർ അമ്പലത്തിൽ പൂരമൊക്കെ കണ്ടിട്ട് നോമ്പ് തുറക്കാറായപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പം ഹസ്ബൻഡ് നേരത്തെ ജോലി ചെയ്ത സ്ഥലമായത് ഈ ഷോപ്പ്. അപ്പം ഞങ്ങളവിടെ ജസ്റ്റ് കയറിയിട്ട് എല്ലാവരുമായിട്ടും ഫസ്റ്റ് കമ്പനിയൊന്നും ആയില്ലെങ്കിൽ പിന്നെ കുഞ്ഞ് കഞ്ഞി കുടിക്കുമെന്ന് നമുക്ക് പറയാം. അങ്ങനെ കുഞ്ഞിൻ്റെ ബലൂണൊക്കെ പുറത്ത് നോട്ടം ഇട്ട് വെച്ചേക്കുമായിരുന്നു. അങ്ങനെ അവൻ ആ ബലൂണും പൊക്കിക്കൊണ്ട് പോയിട്ട് അവിടെ കൊണ്ട് കെട്ടിയിട്ട് കൊച്ചു പിള്ളേരുടെ കൊണ്ട്. എന്നിട്ട് അവനെ മാമ എന്ന് വിളിക്കുമായിരുന്നു കുഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവൻ്റെ കൂടെ അവിടെ ഇരുന്ന് കളിച്ചു. കുഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം രാത്രിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ ചെല്ലണമായിരുന്നു. 1.5 മണിക്കൂറുണ്ട് കൊല്ലത്തോട്ട് ട്രാവൽ ചെയ്യാൻ. ഞങ്ങൾ ബസ്സിലായിരുന്നു വന്നത്. അപ്പം ജീലാലിക്കൊക്കെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം പോയില്ല, അവൾ പാടായിരുന്നു. പിന്നെ അങ്ങനെ നൈസായിട്ട് എടുത്തപ്പോഴാണ് ചെന്നത്. ഞങ്ങൾ അങ്ങനെ പോകാനിറങ്ങി.